ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. സിദ്ദീഖ് സൈഫുദ്ദീനാണ് നമ്മുടെ കൂടെ. ക്യാമറമാൻ അക്ബർ ഷാൻ ഔഷാദ് ഉണ്ട്. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 ഈ വർഷത്തിൽ നമ്മൾ സ്റ്റുഡന്റ് വിസയിൽ നമ്മൾ UK പഠിക്കാൻ പോവാൻ നല്ലതാണോ, UK പോയാൽ പെടുമോ ഇല്ലയോ എന്നുള്ളൊരു വിഷയത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നു. സോ ഞാൻ ഇതിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവരികയല്ല. നമുക്കറിയുന്നത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ എവിടെ നോക്കിയാലും അത്യാവശ്യം മേരി എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ വീഡിയോസ് നമ്മളെല്ലാവരും കാണുന്നുണ്ടായിരിക്കും. അതായത് സെർച്ച് ചെയ്യുന്നവരും യുകെയുടെ സിറ്റുവേഷൻ പറഞ്ഞു. ആ കുട്ടിയുടെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞത്. ആ കുട്ടിയുടെ സിറ്റുവേഷനും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ വരികയും ഞാൻ അതിനെപ്പറ്റി ഇൻസ്റ്റാഗ്രാമിൽ ചെറിയൊരു വീഡിയോ ചെയ്തു. അപ്പോൾ ഒരുപാട് പേര് എന്നോട് അതിന്റെ താഴെ കമന്റ് ചെയ്തതാണ്, നിങ്ങൾ മേരിയുടെ ഫുൾ വീഡിയോ കാണാൻ ശ്രമിച്ചിട്ട് മാത്രം അതിനെപ്പറ്റി ഒരു അപ്ഡേഷൻ പറയണം. സോ അങ്ങനെ പറഞ്ഞവർക്കെല്ലാം കമന്റ് ആ വീഡിയോയിൽ ചെയ്യുന്നവർക്കെല്ലാവർക്കും നിങ്ങളുടെ വിലപ്പെട്ട സമയം എന്നെ ഫോളോ ചെയ്യാനും അതുപോലെ എന്റെ വീഡിയോ കാണാനും നിങ്ങൾ സമയം ചെലവഴിക്കുന്നതിൽ ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. തീർച്ചയായിട്ടും ഞാൻ അതിനെപ്പറ്റി 2-3 ദിവസമായിട്ട് അതിനെപ്പറ്റി വീഡിയോ കാണാം. അപ്പൊ എനിക്ക് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണം. സോ അതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ ടോട്ടലി ഒരു കാര്യം സംസാരിക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ ആ കുട്ടിയുടെ ഓരോ ഡീറ്റെയിൽസ്, ആ കുട്ടി പറയുന്ന സാഹചര്യങ്ങൾ, അതിന്റെ വാസ്തവം എന്താണ്, എങ്ങനെയായിരിക്കും നമ്മൾ പോയി കഴിഞ്ഞാൽ എന്നുള്ളതിനെ പറ്റി നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യും. സോ നമ്മൾ ഈ വിഷയത്തെ പറ്റി സംസാരിക്കുമ്പോൾ 18 ലാസ്റ്റ് UK പോയൊരു വ്യക്തിയാണ്. ഓക്കെ, പലരും വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ UK ചെന്ന് ലോട്ടറി അടിച്ച് സിദ്ദീഖ് അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ഷാജഹാൻ നമ്മളെല്ലാവരും ലോട്ടറി അടിച്ചാണ്ട് സക്സസ് ആയി എന്ന് ചിലപ്പം ആർക്കെങ്കിലും ചിന്തയുണ്ടെങ്കിൽ ഞാനൊന്ന് ഉണർത്തുകയാണ്. അങ്ങനെ ഒരിക്കലുമല്ല. ഞാനെന്നല്ല, UK പോയി ആര് രക്ഷപ്പെട്ടിട്ടുണ്ടോ അതിൽ ചിലപ്പോൾ 99% ആളുകളും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ ഒരു പൊസിഷനിലേക്ക് പലരും വന്നിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, നമ്മൾ UK അല്ലെങ്കിൽ ഈ പറയുന്ന UK എന്നുള്ള മാറ്റി നിർത്താം, സ്റ്റഡി അബ്രോഡ് നമ്മൾ പോയാൽ സ്ട്രഗിൾ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യം മേരി പറയുന്നുണ്ട്. ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്, ഞാൻ വേറുള്ള ഒരു കാര്യമല്ല സംസാരിക്കുന്നത്. മേരി ക്ലിയർലി പറഞ്ഞു, സെയിം രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്, എന്റെ കാര്യമാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മള് UK എന്ന് പറയുന്ന രാജ്യത്ത്, മക്കളെ UK അല്ല ഏതൊരു രാജ്യത്തോട്ട് പോകണമെങ്കിൽ, ഞാനിത് മേരിയല്ല, എന്റെ വർഷങ്ങൾക്ക് മുമ്പുള്ള വീഡിയോ നിങ്ങൾ എടുത്തു നോക്കുക. നിങ്ങൾക്ക് അപ്പം ഞാൻ പറയുന്നതിൽ മാറ്റി പറയുന്നുണ്ടല്ലേ നിങ്ങൾക്ക് മനസ്സിലാവും. വേണമെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ വീഡിയോ തന്നെ ആഡ് ചെയ്താണ്. ഞാൻ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം മുമ്പ് ചെയ്ത വീഡിയോകളിൽ ഉൾപ്പെടെ ഞാൻ പറയുന്നുണ്ട്, ഈ രാജ്യത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ 100% കഷ്ടപ്പെടാൻ റെഡി ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം. നിങ്ങൾക്ക് അത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ട്, നിങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ട്, നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജോലി തരാൻ ഇവിടെ ആളുകളുണ്ട്. അതായത് ഹൈലി സ്കിൽഡ് ആയിട്ട് ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 100% നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ പോരായ്മകൾ നമ്മൾ മനസ്സിലാക്കി. എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ, എനിക്ക് ക്വാളിഫിക്കേഷൻ ഇല്ല, എനിക്ക് ക്വാളിറ്റി ഇല്ല. സോ അതുകൊണ്ട് ഞാൻ ആ രാജ്യത്ത് പോയാൽ പണിയെടുത്ത് ജീവിക്ക് തരണമെന്നുണ്ടെങ്കിൽ ഞാൻ കഷ്ടപ്പെടാൻ റെഡിയായിരിക്കും. ഇല്ലാത്ത ഒരാൾ ഈ രാജ്യത്തേക്ക് വരും. അതാണ് എനിക്ക് മെയിൻ ആയിട്ട് ഈ പഠിക്കാൻ കാര്യം. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഇത് ഇവിടെ നിന്ന് ചുമ്മാ സംസാരിക്കുന്നില്ല. 1000+ സ്റ്റുഡന്റ് വിസ ചെയ്യാൻ എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അത്രയും വിസ ചെയ്തത് കൊണ്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്. ഈ 1000 സ്റ്റുഡൻസിൽ എൻ്റെ അടുത്ത് വന്ന വിദ്യാർത്ഥികൾ 98% ആളുകളും പഠിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയല്ല നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. അവർക്ക് എങ്ങനെയും UK ഇറങ്ങണം, സക്സസ് ആവണം, പൈസ ഉണ്ടാക്കണമെന്ന് ഒറ്റ കാഴ്ചപ്പാടി വരുന്ന വിദ്യാർത്ഥികൾ 2% ആളുകളുണ്ട്. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടല്ല, അവരെ സാമ്പത്തിക അവസ്ഥ, വീട്ടിലെ അവസ്ഥ കൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കുന്നത്, രക്ഷപ്പെടണം, ആ വീടിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി. ബാക്കി ഞാൻ പറഞ്ഞ 2% ആളുകൾ എന്താണ് പറയുക, ഫിനാൻഷ്യലി വളരെ വെൽത്തി ആയ ഫാമിലിയിൽ നിന്ന് വരുന്നവരായിരിക്കും. അവർ പഠിക്കണമെന്ന് ആഗ്രഹത്തിലായിരിക്കും. ഇവൻ ഫിനാൻഷ്യലി വെൽത്തി അല്ലാത്തവരുണ്ട് ഒരുപാട് പേര്. അവർക്ക് എന്താണ് സ്കോളർഷിപ്പോട് കൂടി പഠിക്കാൻ പോകുന്ന കുട്ടികളുണ്ട്. അല്ലാത്തവരുടെ കേസാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ UK വരുമ്പോൾ 100% നമ്മൾ പുതിയൊരു രാജ്യത്തേക്ക് വന്നേക്കണം. ആ രാജ്യത്ത് വന്ന് നമ്മളൊന്ന് കരം കയറി വരണമെന്നുണ്ടെങ്കിൽ 100% നമ്മൾ കഷ്ടപ്പെടണം. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ സിറ്റുവേഷൻ ഉണ്ട്. ഞാൻ 2018 ലാസ്റ്റിൽ ഒരുപാട് മോഹങ്ങളുമായിട്ട് UK പോയവരാണ്. 2019 മുതൽ കൊറോണയിൽ ഞാൻ ഏകദേശം 3-4 മാസം പുറത്തിറങ്ങാതിരുന്നിട്ടുള്ളൂ. ഞാൻ ഇന്ന് വരെ എന്റെ വീട്ടിൽ വിളിച്ച് കഷ്ടപ്പാട് പറയാം, അല്ലെങ്കിൽ ഈ പറയുന്നവരെ ബാക്കിയുള്ളവരെ പറ്റി നെഗറ്റീവ് പറയാം. എന്റെ ലൈഫ് മൊത്തം നെഗറ്റീവ് വൽക്കരിച്ചില്ല. ഞാൻ അതും പോസിറ്റീവായിട്ടേ കണ്ടിട്ടുള്ളൂ. ഞാൻ എന്റെ ലൈഫിൽ ഇത്രയും സക്സസ് ആവാൻ കാര്യം, കൊറോണ സമയത്ത് എല്ലാവരും പെട്ട് കിടക്കുന്നത് പറഞ്ഞ സമയത്ത് ഞാൻ അന്നൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. ഞാനന്ന് പുതിയ ബിസിനസ്സുകളിലേക്ക് ഇറങ്ങി. എൻ്റെ അടുത്ത് പലരും പറഞ്ഞ് ബിസിനസ് ചെയ്തത് അത് നഷ്ടപ്പെടും, കഷ്ടപ്പാടാവും. ഞാൻ അന്ന് യൂട്യൂബ് തുടങ്ങി, സ്റ്റുഡന്റ് വിസ ഏജൻസി തുടങ്ങി, അന്ന് സക്സസ് ആയി. ഇതിനെല്ലാ എവിഡൻസും നിങ്ങൾ ഈ അക്കരെ താഴോട്ടുള്ള വീഡിയോയിലോട്ട് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 1000 പേര് ഡെയിലി മരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. 50,000 കൺഫേംഡ് കേസസ് UK നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനെ പറ്റിയാണ് ഞാനീ പറഞ്ഞത്. അത്രയും പത്തറ്റിക് ആയ സിറ്റുവേഷൻ ആർക്കുമില്ല. അന്ന് നമ്മൾ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് പോലും ജോലിയില്ല. ഞാനൊക്കെ വർക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പൗണ്ട്
3 പൗണ്ടിന് റെസ്റ്റോറന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അതിന്റെ ഫോട്ടോസ് വേണമെങ്കിൽ ഒന്ന് രണ്ടെണ്ണം ഉൾപ്പെടുത്താം. ഞാൻ എന്റെ ലൈഫിൽ ഒരുപാട് സക്സസ് ആയിട്ട് അത് കാണിക്കണമെന്നും പറഞ്ഞ് ഇതാക്കി വെച്ച കാര്യം, അന്ന് വേറെ ഒരു ബിസിനസ്സും ഇല്ല, ഒരു സ്ഥലത്തും വർക്ക് ചെയ്യാൻ പറ്റൂല, ആകെ ഉള്ള ഹോട്ടൽസ് ആണ്. അവിടെ പോയി, അതായത് സംഭവം പറയാന്നുണ്ടെങ്കിൽ 4 ചാക്ക് 5 ചാക്ക് ഉള്ളി തൊലിക്കണം, അവിടുത്തെ ലോഡിങ് ഇറക്കണം, അവിടെ ക്ലീൻ ആക്കണം, വെയിറ്റർ ആയിട്ട് നിൽക്കണം, സെർവ് ചെയ്യണം, അത് ക്ലീൻ, അവിടെ പറ്റ ടോയ്ലറ്റ് വരെ വാഷ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇതെല്ലാം കഷ്ടപ്പെട്ടിട്ടാണ് ഇന്നിരിക്കുന്ന ഈ ഒരു പൊസിഷൻ, ഏകദേശം 150 ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു പൊസിഷനിലേക്ക് വന്നത് മക്കളെ. ഒരിക്കലും പെട്ടെന്ന് ഉറക്കം എണീറ്റപ്പോൾ ഉള്ളതല്ല എന്നാണ് എനിക്ക് നെഗറ്റീവ് പറയുന്നത് സൂചിപ്പിക്കുന്നത്. അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ടാണ് ഈ പൊസിഷനിൽ വന്നിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ വിചാരിക്കും നിങ്ങൾ പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നില്ല. എനിക്ക് 100% മനസ്സിലാക്കാൻ പറ്റും. കാര്യം ഞാൻ അതിലൂടെ നടന്നു വന്നൊരു വ്യക്തിയാണ്. സോ ഞാൻ പറഞ്ഞു, നിങ്ങൾ യു കെയിലേക്ക് വരുമ്പോൾ 100% നിങ്ങൾ കഷ്ടപ്പെടാൻ റെഡി ആയിരിക്കണം. കഷ്ടപ്പെട്ട് മൈൻഡ് ഉള്ളവർ മാത്രം. അമുൽ ബേബീസ് ആര് യു കെയിലേക്ക് വരല്, അല്ലെങ്കിൽ പേരൻസിന്റെ ഇതിൽ മാത്രം വളർന്നു വന്നൊരു യു കെയിലേക്ക് വരാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിരിക്കും നിങ്ങളുടെ ഫലം. നിങ്ങൾ ലോൺ എടുക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം ഇതിലെടുക്കാൻ നിങ്ങൾ കേപ്പബിൾ ആയിരിക്കണം. ആ ലോൺ എന്നെ കൊണ്ട് അടയ്ക്കാൻ പറ്റും, ഞാൻ പണി ചെയ്യും, എനിക്ക് പണി ചെയ്തേ പറ്റുള്ളൂ, എനിക്ക് ലൈഫിൽ സക്സസ് ആയേ പറ്റത്തുള്ളൂ, എനിക്ക് ഗിവ് അപ്പ് ഞാൻ ചെയ്യില്ല എന്നുള്ളൊരു ചിന്താഗതി ഉള്ളവർ മാത്രം യു കെ എന്നല്ല ഏതൊരു രാജ്യത്തേക്ക് പോകുന്നെങ്കിൽ നിങ്ങൾ ആ ഒരു ചിന്താഗതിയോട് മാത്രം പോകാൻ ട്രൈ ചെയ്യും. ഞാൻ ഈ വീഡിയോയുടെ താഴെ ഒരുപാട് പേര് കമന്റ് ഉണ്ട്, റോൾ മോഡൽ ആക്കണം, മേരി നല്ലതാണ്. എല്ലാവർക്കും അവരുടേതായ പോസിറ്റീവ് വശങ്ങളുണ്ട്, അവരെ റോൾ മോഡൽ ആക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷെ ചിലപ്പോൾ എന്റെ ചിന്താഗതിയുടെ പ്രശ്നമായിരിക്കും. ഞാൻ പലയിടത്തും പറയും, ഇങ്ങനെയുള്ള വ്യക്തികളെ റോൾ മോഡൽ ആക്കരുത്. അതായത് ഒരിക്കലും നമ്മൾ അവിടെ അവസ്ഥ ഒന്ന് വീഡിയോ ആയിട്ട് പറഞ്ഞ് പബ്ലിസിറ്റി ആക്കുന്നത് റോൾ മോഡലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. യഥാർത്ഥം നിങ്ങൾ റോൾ മോഡൽ ആക്കേണ്ട മക്കളെ ഈ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് എന്തുകൊണ്ട് നെഗറ്റീവ് ഫീൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് കഷ്ടപ്പെട്ട് നല്ല പൊസിഷനിലേക്ക് വന്ന യു കെയിലുള്ള സ്റ്റുഡൻസ് ഉണ്ട്, ഒരുപാട് കഷ്ടപ്പെടാൻ റെഡിയായി യു കെയിലേക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങി രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര്. സ്റ്റിൽ ആയിരക്കണക്കിന് സ്റ്റുഡൻസ് യു കെയിലുണ്ട്, മലയാളികൾ. ഇവരിങ്ങനെ നെഗറ്റീവ് വീഡിയോ ഇടുമ്പോൾ ഈ നാട്ടിൽ നിൽക്കുന്നവർ വിചാരിക്കുന്നത് അവിടെ നിൽക്കുന്ന യു കെ നിൽക്കുന്ന എല്ലാവരും ഈ അവിടെ ബ്രിട്ടീഷുകാരെ പാമ്പേഴ്സ് മാറ്റലാണ് എല്ലാവരെയും പരിപാടി, അവിടെ അങ്ങനെയാണ്, എല്ലാവരും ഗതികേടിലാണ്, പുറത്ത് പറയാതെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. ഇങ്ങനെയൊക്കെ പലരുടെയും നെഗറ്റീവ്. നിങ്ങൾ യു കെ പോയവരെല്ലാം കാര്യം ഈ പോയത് കഷ്ടപ്പെടുന്നതും എല്ലാം വേസ്റ്റ് ആക്കുന്ന രീതിയിലുള്ള സംസാരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയല്ല, നല്ല അന്തസ്സായിട്ട് ജീവിക്കാൻ 1-2 പേര് പോയിട്ട് അവരെ നാട്ടിൽ അവരെ പേരൻസിനെ ഹാപ്പി ആക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്. 1 ലക്ഷം അല്ലെങ്കിൽ 1.5 ലക്ഷം 2 ലക്ഷം രൂപ ഏൺ ചെയ്ത് അവരെ ഫാമിലിക്ക് നല്ല വിദ്യാഭ്യാസം നല്ലത് കൊടുക്കാം. കാര്യം ഗൾഫിൽ 20-25 വർഷം ഏൺ ചെയ്യുന്ന ഇന്ന് യു കെയിൽ പോയ 2 വർഷം കൊണ്ട് ഏൺ ചെയ്യാൻ പറ്റും 100% പറ്റും. ഇല്ലാത്തവർ ഞാൻ പ്രൂവ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഞാൻ ചുമ്മാ ഇരുന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. എന്റെ ലൈഫിൽ ഞാൻ ആ പൊസിഷനിലേക്ക് ഇന്നും യു കെയിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റി, ഞാൻ എന്താ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് യു കെയിൽ. വേണമെങ്കിൽ day 1 മുതൽ ഞാൻ ആ ബിസിനസിന്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരാം. അതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടില്ല. ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് പറയുന്നവർക്ക് വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത്, ഞാനിപ്പോൾ ഇതിൽ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അതിന്റെ day 1 മുതൽ ആ ബിസിനസ് ഞാൻ എങ്ങനെ കൊണ്ടുവരുന്നു, എന്താണ് അതിന്റെ ഓപ്പർച്യൂണിറ്റി എനിക്ക് കാണിച്ചു തരാൻ പറ്റും, അതിന്റെ പൊട്ടൻഷ്യൽ എന്തുമാത്രമുണ്ട് യു കെയുടെ സ്റ്റിൽ എന്നെ കൊണ്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് ഞാൻ പറയുന്നത്, നിങ്ങൾ അതുപോലെ കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് ഗിവപ്പ് ചെയ്യാതെ രക്ഷപ്പെട്ടു വന്ന വ്യക്തികളെ റോൾ മോഡലാക്കാനാണ് ഞാൻ പറയുന്നത്. ഇനി അടുത്തൊരു കാര്യം, മേരി പറയുന്ന ഒരു കേസാണ് മെഡിക്കൽ ഇൻഡസ്ട്രിയെ ഒരുപാട് കുറ്റം പറഞ്ഞുകൊണ്ട് ഞാൻ പലരും വീഡിയോ ചെയ്യുന്ന കണ്ടു. ചിലപ്പോൾ അവർ അറിവില്ലായ്മ ആയിരിക്കാം നാട്ടിൽ. എനിക്ക് അവരോട് പറയാനുള്ള, ശരിയാണ്, തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്നതിൽ ഒരു പാർഷ്യലി ഞാൻ സത്യം എന്ന് പറയും. എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിലെ ഏറ്റവും നല്ല മെഡിക്കൽ സിസ്റ്റം കേരളത്തിലാണ് എന്ന് നമ്മൾ അവകാശപ്പെടുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ പറയുന്നത് ചോദിക്കേണ്ടത്, നമ്മുടെ നാട്ടിലെ പ്രധാന വ്യക്തികൾ ഉൾപ്പെടെ നല്ല ചികിത്സ വേണമെങ്കിൽ അമേരിക്കയിൽ പോകുന്ന കാലഘട്ടമാണ് സ്റ്റിൽ ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്. രണ്ടാമത്തെ കേസ്, നിങ്ങൾ പറയുന്നുണ്ട് അവിടെ മെഡിക്കലിൽ ചെന്ന് കഴിഞ്ഞാൽ, ഹോസ്പിറ്റലിൽ ചെന്നാൽ എമർജൻസിയിലാണ്. മക്കളെ മണ്ടത്തരം പറയരുത്, നിങ്ങളുടെ അറിവില്ലായ്മയാണ് മേരി, മനസ്സിലാക്കുക. മേരി ഹോസ്പിറ്റൽസ് മാത്രമല്ല, ഓരോ നമ്മൾ അവിടെ ഓരോ കൗൺസിലറിന്റെ അണ്ടറിലും ഈ പറയുന്ന ക്ലിനിക്സ് ഉണ്ട്. ഈ ക്ലിനിക്കുകളിൽ പോയി എമർജൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നത് കൊണ്ടാണ് അപ്പോയിന്റ്മെന്റ് വേണ്ടി വന്നത്. അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ തന്നെ ക്ലിനിക്കുകളിൽ പോകാൻ യു കെയിൽ പറ്റും. സംശയം ഉണ്ടെങ്കിൽ അവിടെ ഡോക്ടേഴ്സ് ആയിട്ട് ഇരിക്കുന്നവരോ അല്ലെങ്കിൽ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാരോ വിവരമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മേരി ഒന്ന് നോക്കുക. അത് പറഞ്ഞ തെറ്റിതാണ്. മൂന്നാമത്തെ കേസ്, നമുക്കൊരു അപ്പോയിന്റ്മെന്റ് വേണമെങ്കിൽ, നമുക്കൊരു ഇത് വേണമെങ്കിൽ നമ്മൾ കാലങ്ങളോളം കാത്തിരിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് ഈ ഇതിനോട് പോസിറ്റീവായിട്ട് പറയുന്നോട് ചോദിക്കണം. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ചോദിക്കണം. നമ്മുടെ നാട്ടിലെ തിരുവനന്തപുരം ഞാൻ കാരണക്കാരാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ഒരു സർജറി വേണമെങ്കിൽ ഇന്ന് കയറിച്ച് നാളെ സർജറി ചെയ്തു തരാൻ നിങ്ങളെ കൊണ്ട് പറയാൻ പറ്റും. സെയിം രീതി തന്നെയാണ് യു കെയിൽ. അപ്പം അത് നമ്മളൊന്ന് മനസ്സിലാക്കി. കാര്യം നമ്മുടെ നാട്ടിലാരും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോവാത്തത് കൊണ്ടാണ് നമുക്ക് സിറ്റുവേഷൻ അറിയുന്നത്. യു കെയിൽ എന്ന് പറഞ്ഞാൽ NHS ആണ്. NHS എന്ന ഗവൺമെന്റ് അല്ല, ഇറ്റ്സ് എ പ്രൈവറ്റ് കമ്പനി. അവരാണ് NHS ഇടം നടന്നത്. ഈ NHSന്റെ അണ്ടറിലാണ് ഇതെല്ലാം വരുന്നത്. അപ്പം അതിന് നമ്മൾ ഇൻഷുറൻസ് അടയ്ക്കുന്നത് കൊണ്ട് നമുക്ക് അവിടെ ഹോസ്പിറ്റൽസ് ടോട്ടലി ഫ്രീ ആണ്.
സർവീസസ് അതും നമുക്ക് നാട്ടിലെ ഗവൺമെന്റ് സിസ്റ്റമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാം. ഒരിക്കലും പ്രൈവറ്റ് സെക്ടേഴ്സുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യും. പ്രൈവറ്റ് സെക്ടേഴ്സിൽ നിങ്ങൾ ലക്ഷങ്ങളും കോടികളും ഈ പറഞ്ഞ സർജറിക്ക് അടയ്ക്കേണ്ടത്. അവിടെ ടോട്ടലി നിങ്ങൾ എന്ത് സർജറി എത്ര ലക്ഷം രൂപ ചിലവുള്ള പരിപാടിയാണെങ്കിലും നിങ്ങൾ ഇൻഷുറൻസ് അടയ്ക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഹോസ്പിറ്റലിൽ പോയി ചെയ്യാം. അതിനൊരു അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന ഡേറ്റ് ആണ്. സെയിം നാട്ടിലും സെയിം സിറ്റുവേഷൻ ആണ് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ ആ രാജ്യത്ത് പോയി രക്ഷപ്പെട്ടതാണ്. അപ്പൊ എനിക്കത് കേൾക്കുമ്പോൾ എനിക്ക് വിഷമം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. മേരി പറയുന്നുണ്ട്, മേരി സ്റ്റുഡന്റ് വിസയിൽ 20 അവേഴ്സ് മാത്രമേ ഞാൻ വർക്ക് ചെയ്യത്തുള്ളൂ, എനിക്ക് 10 വർഷം ബാൻ കിട്ടുന്നത് തള്ളാണ് മേരി. ഒന്നുകിൽ മേരിക്ക് റെഫ്യൂസൽ എന്താണ് അല്ലെങ്കിൽ റിജക്ഷൻ എന്താണ് എന്നുള്ളതിന്റെ മീനിങ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ബാൻ എന്താണ് എന്നതിന്റെ മൂന്നിന്റെയും തമ്മിലുള്ള അർത്ഥവും അതിന്റെ വ്യത്യാസവും മനസ്സിലാവാത്തത് കൊണ്ടുള്ള തെറ്റിദ്ധാരണയായിരിക്കും മേരി അങ്ങനെ സംസാരിക്കുന്നത്. മേരി വീഡിയോയിൽ പറയുന്നുണ്ട്, ചാനലിൽ എന്തോ TV ഒരു ഓറഞ്ച് ലോഗോ വരുന്ന ചാനലാണ്, അത് വേണമെങ്കിൽ ഉൾപ്പെടുത്താം. മേരി പറഞ്ഞ എനിക്ക് 30 മിനിറ്റ് വർക്ക് ചെയ്തത് കൊണ്ട് ഒന്നത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഞാൻ എന്നെ മാത്രമേ ചെയ്യുള്ളൂ എന്ന് മേരി അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് 80 മണിക്കൂറാണ് ഒരാൾക്ക് ഒരു മാസം വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിൽ 30 മണിക്കൂർ എക്സ്ട്രാ വർക്ക് ചെയ്ത മേരി അറിഞ്ഞിട്ടേയില്ല. അപ്പം അതൊന്നും മേരി പറയുന്നില്ല, എനിക്കതിൽ വാസ്തവം തോന്നില്ല. രണ്ട് പേര് പറഞ്ഞു 30 മിനിറ്റ് വർക്ക് ചെയ്തതിൽ മേരിക്ക് 10 വർഷം ബാൻ കിട്ടിയത്. മേരി എന്ത് തള്ളാണ് മേരി പറഞ്ഞത്. അങ്ങനെയെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കള്ളോടൽ മേരി എന്നെ ഒന്ന് ടാഗ് ചെയ്തിട്ട് മേരി 10 വർഷം ബാൻ, അതും മേരി പറയുന്നുണ്ട് അത് ജസ്റ്റ് വിസ ബാൻ എന്ന് മാത്രമേ വന്നുള്ളൂ. എന്താണ് മേരി, ഇതൊന്നും അറിവില്ലാത്തടത്ത് പോയി നിങ്ങൾ പറഞ്ഞോ? അറിവുള്ളവർ കേട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാരും മണ്ടന്മാരല്ലല്ലോ. UK എന്ന് പറയുന്ന രാജ്യം ഞാൻ ഇത്രയും മിസ് ചെയ്തോളൂ. ഞാൻ ജർമ്മനി ചെയ്യുന്നുണ്ട്, ഓസ്ട്രേലിയ, UK, കാനഡ, മിക്കുള്ള എല്ലാ രാജ്യത്തും മിസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇതിൽ എനിക്ക് ഏറ്റവും UKയുടെ ഇഷ്ടപ്പെട്ട ഒരു ഏറ്റവും വലിയ UKയുടെ പ്ലസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിസ റെഫ്യൂസൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വ്യക്തമായ റീസൺ സഹിതമാണ് UK എന്ന് പറയുന്ന രാജ്യം നമുക്ക് വിസ റെഫ്യൂസൽ നോട്ട് PDF ആയിട്ട് അയച്ചത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സംശയമുള്ള ഏത് UK സ്റ്റുഡൻസിന്റെ അടുത്ത് അറിവുള്ള ഒരാളുടെ ചോദിച്ചാൽ അവർ പറഞ്ഞില്ല, ഞാൻ ഈ പറഞ്ഞ കണ്ടോണല്ലേ. അപ്പൊ മേരി പറയുന്ന പോലെ 10 ഇയർ ബാന് ചുമ്മാതെ അയച്ചിരുന്നില്ല. സ്റ്റുഡന്റ് വിസ കംപ്ലീറ്റ് ചെയ്താൽ ഞാൻ മനസ്സിലാക്കി, സ്റ്റുഡന്റ് വിസ കംപ്ലീറ്റ് ചെയ്താൽ വേറെ വിസയിലേക്ക് മാറി ഓവർ സ്റ്റേ ആയി ഇലീഗലായിട്ട് നിന്ന് വിസ ബാൻ അടിച്ച് കയറി വന്നൊരു വ്യക്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസുണ്ട്, UK അങ്ങനെ ബാൻ ചെയ്യൂല. 30 മിനിറ്റ്സ് ആണെങ്കിൽ പോലും അങ്ങനെ ഒരു 10 ഇയർ ബാൻ ഒരു വിദ്യാർത്ഥിക്ക് അവർ കൊടുക്കൂല. ചിലപ്പോൾ അവർ പറയും നിങ്ങൾ ഇവിടെ നിന്ന് വിസ റെഫ്യൂസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഓവർ സ്റ്റേ ആയി എന്ന് വ്യക്തമായ റീസൺ ചെയ്തവരെ വിസ റെഫ്യൂസൽ എന്ന് പറയുന്നത് ബാൻ അല്ല, കയറി പോകാൻ പറയും. കാര്യം ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ചില സ്റ്റുഡൻസ് ലാസ്റ്റ് മിനിറ്റ് വരെ നിന്നിട്ട് പിന്നെ ആയിരിക്കും ചിലപ്പോൾ ILR ഒക്കെ FLR ഒക്കെ ഫയൽ ചെയ്ത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താണ് ഫീസിന്റെ ഇതൊക്കെ എടുത്തിട്ട് അവര് ഈ പറയുന്നത് പോലെ ആപ്ലിക്കേഷൻ കൊടുത്ത് എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കും. ചിലപ്പോൾ വക്കീലന്മാര് പറ്റിക്കും, കുട്ടിയൊക്കെ പണി കിട്ടുന്ന കേസുകളുണ്ട്. പക്ഷെ ഇത് മേരി പറഞ്ഞതുമായിട്ട് ഒരു ബന്ധവുമില്ല. 30 മിനിറ്റ്സിന്റെ പേരിൽ അങ്ങനെ ഒരു റഫ്യൂസൽ വന്നാൽ പോലും നമുക്ക് അഡ്മിനിസ്ട്രേഷൻ റിവ്യൂ പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ റിവ്യൂ പോയിട്ട് നമുക്കത് മാറ്റാനുള്ള നിയമപരമായിട്ട് പ്രോപ്പർ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ സോളിസിറ്ററിനെ കണ്ടു കഴിഞ്ഞാൽ അവർ തന്നെ ചെയ്ത്. അത് കഴിഞ്ഞിട്ട് മേരി പറയുന്നത് പെട്ടെന്ന് എന്റെ ബാൻ അങ്ങ് പോയത്. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവരെന്തോ അഡ്മിനിസ്ട്രേഷൻ റിവ്യൂവിന് പോയി ബാൻ വന്ന സാധനം മാറൂല മക്കളെ. ബാൻ എന്ന് വെച്ചാൽ കയറി പോവുക, ഇവിടെ നിൽക്കണ്ട എന്നാണ് അതിനർത്ഥം. സോ റഫ്യൂസൽ ആയിരിക്കാം മേ ബി ഉദ്ദേശിച്ചത്. വിത്തൗട്ട് റീസൺ എന്ന് കള്ളമാണ് മേരി പറഞ്ഞത്. അതൊരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് മേരി. സോ എനിക്ക് മനസ്സിലാക്കണം, നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ആ രാജ്യത്ത് പോയി നിന്ന് നിങ്ങൾ പഠിക്കുക. നിങ്ങൾ സ്റ്റുഡന്റ് വിസയിൽ പോകുന്നവരാണ് എന്നൊന്നും നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കേസ്, UK നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യും. നമ്മളെ ചിന്താഗതിയാണ്, നിങ്ങളടുത്ത് UK വന്നിട്ട് UK പറയുന്നില്ല നിങ്ങൾ സ്റ്റുഡന്റ് വിസയിൽ ഇങ്ങോട്ട് കയറി വാ, ഇവിടെ വന്ന ശേഷം നിങ്ങൾ ഇവിടെ നടന്ന് പൈസ ഉണ്ടാക്കുന്നൊന്നും UK പറയുന്നില്ല. UKയുടെ റെസ്ട്രിക്ഷൻസ് നമ്മൾ മനസ്സിലാക്കാന്നു. രണ്ട്, നമ്മളെ മാനസികാവസ്ഥയാണ് നമുക്ക് ഇവിടെ പൈസ ഉണ്ടാകും. എന്നെ പോലുള്ള ഏജൻസികൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ പുഷ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര യൂട്യൂബ് വീഡിയോസ് ഉണ്ട് കാണാൻ. ഞാൻ പറയുന്ന എന്റെ യൂട്യൂബ് വീഡിയോസ് എല്ലാം നിങ്ങൾ ക്ലിയർലി കാണാം. ഞാൻ ആസ് എ ഏജൻസി ഞാൻ നടത്തുമ്പോൾ ഞാൻ അന്നും പറയും ഇന്നും പറയും, കഷ്ടപ്പെട്ട രക്ഷപ്പെടാം, സ്റ്റിൽ ഓപ്ഷൻസ് ആണ്. നിങ്ങൾക്ക് ഒരു സംശയം വേണം. പിന്നെ കെയർ ഹോം വിസയിൽ നിങ്ങൾ വന്ന് 20 അവേഴ്സ് എന്ന് പറയുന്നത് കെയർ ഹോമിൽ ഫുൾ ടൈം വർക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. മറ്റ് മേഖലകളിലാണ് ടയർ 4 സ്റ്റുഡന്റ് വിസയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് 24. പക്ഷെ കെയർ ഹോമിൽ അങ്ങനെ ഇല്ല, ഫുൾ ടൈം വർക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. മേരി പറയുന്നുണ്ട് പഞ്ച് ചെയ്ത് അവർ മാറിപ്പോ. പിന്നെ ഹോം ഓഫീസ് വന്ന് നിങ്ങളുടെ ഓഫീസിൽ വന്ന് പഞ്ചിങ്ങിന്റെ ലിസ്റ്റ് എടുത്തിട്ടല്ല നിങ്ങൾക്ക് വിസ തരുന്നത്. ഇതൊക്കെ ബുൾഷിറ്റ് എന്ന് തന്നെ ഞാൻ പറയാം, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം. സോ എനിക്ക് പറയാനുള്ള കേസ്, UK അല്ല ഏത് രാജ്യത്തെ മക്കളെ സ്റ്റിൽ ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇന്ന് MBA പഠിക്കുമ്പോൾ നമുക്ക് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ഒരു 1,00,000 രൂപ അല്ലെങ്കിൽ 2,00,000 രൂപ ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ നാട്ടിൽ നിന്ന് സാഹചര്യം ഉണ്ടോ? ഇതില്ലാത്തത് കൊണ്ട് നമ്മൾ കയറിപ്പോകുന്നത്, അത് നമ്മൾ മനസ്സിലാക്കും. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ, ജർമ്മനി പോലുള്ള രാജ്യം ഉണ്ടല്ലോ, ഫ്രീ എഡ്യൂക്കേഷൻ അല്ലേ. നിങ്ങൾ എന്തിന് UK പോകുന്നുണ്ട്? IELTS ജർമ്മൻ ലാംഗ്വേജ് നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആയിട്ട് കയറിപ്പോകും. എന്തിനായി 15-16 ലക്ഷം ഒക്കെ അടച്ച് നിങ്ങൾ UK പോകുന്നത്? സോ നമ്മളെ വിദ്യാർത്ഥികൾക്ക് ഒന്ന് IELTS എഴുതാൻ വയ്യ.
രണ്ട് ഈ പറഞ്ഞതുപോലെ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ പോയ കുറെ നമുക്ക് നമ്മുടേതായ ദൗർബല്യങ്ങളുണ്ട്, നമുക്ക് നമ്മുടെ പോരായ്മകളുണ്ട്. അതുകൊണ്ട് നമ്മൾ പൈസ കൊടുക്കാൻ റെഡിയാണ്, ബാധ്യത എടുക്കാൻ നമ്മൾ റെഡിയാണ്, പക്ഷെ നമ്മൾ കഷ്ടപ്പെടാൻ റെഡിയല്ല. അതാണ് ഇതിൽ മിസ്റ്റേക്ക്. സോ എനിക്ക് കൺക്ലൂഷൻ ആയിട്ട് പറയാനുള്ളത്, ഇന്നും UK എന്ന് പറയുന്ന രാജ്യത്ത് കഷ്ടപ്പെടാൻ റെഡി ആയിട്ടുള്ളവർക്ക് നൂറുകണക്കിന് ഓപ്ഷൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഒരു സംശയം വേണം. ഇതിന്റെ താഴെ നിങ്ങൾ പാർട്ട് ടൈം ജോലി, നിങ്ങൾ അത്രയും പെട്ട് കിടക്കുന്നവരാണ് അവസ്ഥയാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തു. അക്കരെ അക്കരയുടെ ഇതിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് പാർട്ട് ടൈം ഇല്ലാത്തവരാണെങ്കിൽ ഞാൻ പാർട്ട് ടൈം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ UK നിങ്ങൾ എസ്പെഷ്യലി ലണ്ടൻ സിറ്റിക്കകത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ കോൺടാക്ട് ഉള്ളത്. എന്റേതാ ചിക്കിങ്, ജോലിയില്ല എന്ന് പറഞ്ഞാൽ ചിക്കിങ്, ഞങ്ങളിപ്പം കോയിഡലിൽ ഞാൻ ചിക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ എന്റെ ഫ്രണ്ടോട്. അപ്പൊ നമ്മൾ അതിൽ സ്റ്റാർട്ട്, അവിടെ തന്നെ ഒരു സ്റ്റാഫിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. ഇന്ന് പണിക്ക് വരും, നാളെ 10 മണിക്ക് കട തുറക്കാൻ പറഞ്ഞാൽ 11 മണിക്ക് എണീറ്റ് വരും, വൈകിട്ട് നിൽക്കാൻ വയ്യ, പ്രോപ്പർ ടൈമിൽ വിളിച്ചാൽ ഇത് ഞാൻ എന്റെ ഒരു സിറ്റുവേഷനാണ് പറഞ്ഞത്. ഞാനത് ജോലി കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഇതൊന്നും പുറത്ത് പറയുന്ന കാര്യങ്ങളല്ല അവിടെ നടക്കണം. അപ്പം നമ്മൾ പ്രോപ്പർ ആയിട്ട് മാന്യമായിട്ട് ഒരു സ്ഥലത്ത് ജോലിക്ക് നിൽക്കിയെങ്കിൽ 15 വീട് മാറേണ്ടി വരില്ല, 15 സ്ഥലത്ത് ജോലിക്ക് പോകേണ്ടി വരില്ല, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. കാര്യം നീറ്റായിട്ടൊരു സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തി അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ നിലനിർത്താനേ നോക്കത്തുള്ളൂ. അല്ലാതെ അവർ ഏതെങ്കിലും ഒരു എംപ്ലോയർ ആഗ്രഹിക്കും ഇന്നൊരാൾ വന്നു നാളെ ഒരാൾ വന്നു, അത് ബിസിനസ്സിന് ദോഷം ഉണ്ടാക്കത്തേ ഉള്ളൂ. സോ ഞാൻ പറയുന്നത് കഷ്ടപ്പെടാൻ റെഡിയാണ്. നിങ്ങൾക്ക് എന്താ പറയുക, ലൈഫിൽ സെറ്റിൽ ആവണമെന്ന് ആഗ്രഹമുള്ളവർക്ക് സ്റ്റിൽ UK എന്ന് പറഞ്ഞാൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അതിനകത്ത് നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട. നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കരയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് ചെയ്യുക. എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നതിന് മാക്സിമം ഞാൻ ഇൻഷാല്ലാ സഹായിക്കും. നിങ്ങൾക്ക് അതിനൊരു സംശയം വേണ്ട. ഇതിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ആർക്കെങ്കിലും ഹർട്ടായിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടുക. ഞാൻ എന്തായാലും ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. എന്തെങ്കിലും നിങ്ങൾ സജഷൻസ് ഉണ്ടോ ഇതിന്റെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. താങ്ക് യു.